പലപ്പോഴും ആൾക്കാർ എന്നോട് വന്നിട്ട് നിങ്ങൾ ജങ്ക് ഫുഡ് കഴിക്കാറുണ്ടോ? എനിക്ക് അഡിക്ഷൻ ഉണ്ട്, ജങ്ക് ഫുഡ് കഴിക്കുന്നത് നിർത്താൻ പറ്റുന്നില്ല, ജങ്ക് ഫുഡ് കഴിക്കുമ്പോൾ പോലും നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ട് ഒരു ചാനൽ നടത്തുന്നതുകൊണ്ട് തന്നെ അവർ എൻ്റെ അടുത്തൊന്നും പ്രതീക്ഷിക്കുന്നത് ഇല്ല, നിങ്ങൾ ഒരിക്കലും ജങ്ക് ഫുഡ് കഴിക്കാൻ പാടില്ല എന്നുള്ളൊരു ഉത്തരമാണ്. എന്നാൽ ഇതിന്റെ ഉത്തരം നേരെ വിപരീതമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെയിലി ജങ്ക് ഫുഡ് കഴിച്ചുകൊണ്ടും വെയിറ്റ് ലോസ് ചെയ്യാവുന്നതാണ്. ബട്ട് ആസ് യു എക്സ്പെക്റ്റഡ് അത് അത്ര ഹെൽത്തി അല്ല. നമുക്ക് ഇതിന്റെ സയൻസ് ഒന്ന് നോക്കാം. ഞാൻ നേരത്തെ ഉള്ള വീഡിയോസിലും പറയാറുള്ളത് പോലെ നമ്മുടെ ശരീരത്തിന്റെ ഭാരവും ഊർജവും ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ ശരീരത്തിന് എത്ര കലോറീസ് കിട്ടുന്നോ ആ കിട്ടുന്ന കലോറീസിനെ നമ്മൾ കലോറീസ് ഇൻടേക്ക് എന്നും, നമ്മുടെ ശരീരം എത്ര കലോറീസ് കത്തിച്ച് കളയുന്നോ ആ കലോറീസിനെ നമ്മൾ കലോറീസ് ബേൺഡ് എന്നും പറയുന്നു. ഈ ഇൻടേക്ക് കലോറീസ് ബേൺഡിനേക്കാൾ കൂടിക്കഴിഞ്ഞാൽ ആ അവസ്ഥയെ നമ്മൾ കലോറി സർപ്ലസ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ കൂടുതൽ എനർജി ഇരിപ്പുണ്ട്. ഈ കൂടുതൽ എനർജീനെ ശരീരം മസിൽസ് ആക്കിയും ഫാറ്റ് ആക്കിയും മാറ്റി അത് പല സ്ഥലത്ത് ഡെപ്പോസിറ്റ് ചെയ്യും. അതുകൊണ്ട് നമ്മുടെ ഭാരം കൂടുതലായിരിക്കും ചെയ്യുന്നത്. അതേസമയം ഈ കലോറീസ് ബേൺഡ് കലോറീസ് ഇൻടേക്കിനേക്കാൾ കൂടിക്കഴിഞ്ഞാൽ ആ അവസ്ഥയെ നമ്മൾ കലോറി ഡെഫിസിറ്റ് എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശരീരഭാരം കുറയുകയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ വെയിറ്റ് ലോസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ കലോറി ഡെഫിസിറ്റിൽ പോകണം. ഈ കലോറി ഡെഫിസിറ്റിൽ പോകണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് എത്ര കലോറീസ് കിട്ടുന്നു എന്നുള്ള കാര്യവും നമ്മുടെ ശരീരം എത്ര കലോറീസ് കത്തിച്ച് കളയുന്നു എന്നുള്ള കാര്യവും നമ്മൾ അറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. നിങ്ങളുടെ ശരീരം ഒരു ദിവസം ആവറേജായി എത്ര കലോറീസ് കത്തിക്കുന്നു എന്നറിയാൻ വളരെ സിമ്പിൾ ആണ്. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഒരു വെബ് പേജിൽ എത്തിപ്പെടും. ഈ വെബ് പേജിൽ നിങ്ങളുടെ ഏജ്, നിങ്ങളുടെ ജെൻഡർ, നിങ്ങളുടെ വെയിറ്റ് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കാൽക്കുലേറ്റ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. ഈ കാൽക്കുലേറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വെബ്സൈറ്റ് കാണിക്കുന്ന ഏറ്റവും ആദ്യത്തെ കലോറി കൗണ്ട് ആണ് നിങ്ങളുടെ ശരീരം ആവറേജായി ഒരു ദിവസം കത്തിക്കുന്നത്. എത്ര കലോറീസ് കഴിച്ചു കഴിഞ്ഞാൽ എത്ര വെയിറ്റ് ലോസ് സംഭവിക്കും എന്നുള്ളതും ആ പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ടാകും. ഓൾറൈറ്റ്, ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ നിങ്ങൾ ആ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങളുടെ ശരീരം എത്ര കലോറീസ് ബേൺ ചെയ്യുന്നു എന്നുള്ളത് കണ്ടുപിടിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ അത് ഇവിടെ എഴുതിയിട്ടുണ്ട്. സോ ബേസിക്കലി ഈ 2377 എനിക്ക് കിട്ടിയത്. ആ വെബ്സൈറ്റിൽ പോയിട്ട് ഏജ്, ജെൻഡർ, പിന്നെ ഹൈറ്റും വെയിറ്റും അടിച്ചു കൊടുത്തിട്ട് കാൽക്കുലേറ്റ് കൊടുത്തപ്പോൾ എനിക്കിതായിരുന്നു കിട്ടിയത്. സോ 2377. അതിന് നമ്മൾ മെയിൻ്റനൻസ് എന്ന് വിളിക്കുക. എന്താ മെയിൻ്റനൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര കലോറീസ് ആയിരിക്കും എൻ്റെ ശരീരം കത്തിച്ച് കളയുന്നത്. അപ്പോൾ ഇത്രയും കലോറീസ് ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ അത് മെയിൻ്റനൻസ് ആയി. എന്ന് പറഞ്ഞാൽ വെയിറ്റ് ലോസ് ഒന്നും സംഭവിക്കത്തില്ല. കാരണം എത്ര എൻ്റെ ശരീരം കത്തിക്കുന്നു അത്രയും തന്നെ ഞാൻ കഴിക്കുവാണ്. അപ്പോൾ എനിക്ക് വെയിറ്റ് ലോസ് ഒന്നും സംഭവിക്കത്തില്ല. അതിനാണ് നമ്മൾ മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. പിന്നെ അവിടെ ആ വെബ്സൈറ്റിൽ 2-3 ഓപ്ഷൻ കൂടെ കാണും. ഒരു മൈൽഡ് വെയിറ്റ് ലോസ്, എക്സ്ട്രീം വെയിറ്റ് ലോസ് ഒക്കെ കാണും. അപ്പോൾ മൈൽഡ് വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2377 കഴിക്കേണ്ട സ്ഥലത്ത് 2127, അതായത് ഏകദേശം ഒരു 250 കലോറി കുറച്ച് കഴിച്ചു കഴിഞ്ഞാൽ, അതായത് 250 കലോറി ഡെഫിസിറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് മൈൽഡ് വെയിറ്റ് ലോസ് ആയിരിക്കും സംഭവിക്കുന്നത്. ഏകദേശം ഒരാഴ്ച കൊണ്ട് 0.25, അതായത് 4 കിലോ എൻ്റെ ശരീരഭാരം കുറയുന്നതായിരിക്കും. ഓക്കെ, ഇനി അതിലും കൂടുതൽ ഞാൻ കുറച്ച് കഴിഞ്ഞാലും, അതായത് 1877 കലോറീസ് ആണ് ഞാൻ കഴിക്കുന്നത് വിചാരിക്കുക. 2377 എനിക്ക് ശരീരം കത്തിക്കുന്നത്. അതിൽ നിന്നും 500 കലോറീസ് കുറച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എക്സ്ട്രീം വെയിറ്റ് ലോസ് ആയിരിക്കും സംഭവിക്കുന്നത്. ഒരാഴ്ച 1/2 കിലോ വെച്ചായിരിക്കും എൻ്റെ ശരീരഭാരം കുറയുന്നത്. എപ്പോഴും ഓർക്കാം, നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ എപ്പോഴും സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. ഓക്കെ, മൈൽഡ് വെയിറ്റ് ലോസ് ആയിരിക്കും എപ്പോഴും ഹെൽത്തി. കാരണം എന്താ, നമ്മുടെ ശരീരത്തിന് കൂടുതൽ വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ കൂടുതൽ മസിൽസും നമ്മൾ റീറ്റെയിൻ ചെയ്തിട്ട് ശരീരത്തിലെ ഫാറ്റ് അല്ലെങ്കിൽ കൊഴുപ്പ് മാത്രമായിരിക്കും നമ്മൾ കളയാൻ നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ സ്പീഡായിട്ട് കളഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും ഈ എക്സ്ട്രീം വെയിറ്റ് ലോസിന്റെ കൂടെ നമ്മുടെ ഫാറ്റിന്റെ കൂടെ തന്നെ, അതായത് കൊഴുപ്പിന്റെ കൂടെ തന്നെ മസിൽസ് നഷ്ടപ്പെടാൻ ചാൻസ് വളരെ അധികമാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ ഏറ്റവും നല്ലത് ഈ മൈൽഡ് വെയിറ്റ് ലോസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ലെറ്റ്സ് സേ എനിക്ക് ഇതാണ് ഞാൻ ഫോളോ ചെയ്യാൻ പോകുന്ന പ്ലാൻ എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഒരു ദിവസം എനിക്ക് 2127 കാലോറി കഴിക്കണം എന്ന് വിചാരിക്കാം. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് കാലോറി കൗണ്ടിങ് എന്നുള്ളൊരു പരിപാടിയാണ്. എന്താണ് കാലോറി കൗണ്ടിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബേസിക്കലി നമ്മൾ എന്തെല്ലാം കഴിക്കുന്നു അത് വളരെ അളന്ന് എത്ര കാലോറി നമ്മുടെ ശരീരത്തിലോട്ട് പോകുന്നു എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് കാലോറി കൗണ്ടിങ്. ഇത് കുറച്ച് ഡിഫിക്കൽട്ട് പ്രോസസ് ആണ്. പക്ഷെ ബേസിക്കലി ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ള കാര്യം. എങ്ങനെയാണ് ചെയ്യുന്നത്? ബേസിക്കലി നിങ്ങൾ ആദ്യം ഒരു ഫുഡ് വെയിങ് സ്കെയിൽ വാങ്ങിക്കുക. ഇതിനാണ് ഫുഡ് വെയിങ് സ്കെയിൽ എന്ന് പറയുന്നത്. ബേസിക്കലി ഒരു കുഞ്ഞ് സ്കെയിലാണ്. ഇതിന് 400 രൂപയാണ് ഇതിന്റെ വില ആമസോണിൽ. ഞാൻ വേണമെങ്കിൽ അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ ലിങ്ക്സ് ഞാൻ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ബേസിക്കലി ഇതിന് എന്ത് വെച്ച് കഴിഞ്ഞാലും ഇത് ബേസിക്കലി അളന്ന് തരും. അപ്പോൾ നിങ്ങൾ കഴിക്കാൻ പോകുന്ന ഏത് കാര്യവും ഇതിൽ വെച്ച് എത്ര വെയിറ്റ് ഉണ്ട് എന്ന് ആദ്യം അളക്കുക. അത് ചെറിയ കാര്യമാണെങ്കിൽ പോലും, നിങ്ങൾ കഴിക്കുന്ന ചായ, കാപ്പി ആണെങ്കിൽ പോലും, അത് മുതൽ അരി ആഹാരം മുതൽ, അതല്ല നിങ്ങൾ അതിൻ്റെ കൂടെ കറീസ് കഴിക്കുന്നു, എന്ത് കഴിച്ചു കഴിഞ്ഞാലും ഇതിൽ വെച്ച് ബേസിക്കലി അളന്നിട്ട് അത് ആ അളന്ന അളവ് മാത്രം, അല്ലെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന എത്രയാണോ അത് എത്ര വെയിറ്റ് ആണ് എന്നുള്ളത് അളന്ന് നോക്കിയിട്ട് കഴിക്കാൻ ശ്രമിക്കുക. ആ വെയിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ വെയിറ്റിന് ആ പർട്ടിക്കുലർ, ഇപ്പോൾ നിങ്ങൾ 100 ഗ്രാം അരിയാണ് കഴിക്കുന്നത് അല്ലെങ്കിൽ ചോറാണ് കഴിക്കുന്നത് വിചാരിക്കാം. അപ്പോൾ വെച്ച് അളന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര വെയിറ്റ് ഉണ്ട് എന്ന് കിട്ടും. 100-150 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ 150
ഗ്രാം ചോറ്. അപ്പോൾ നെറ്റിൽ അടിച്ചു പോയി കഴിഞ്ഞാൽ റൈസിന് എത്ര കലോറി ഉണ്ട്, ബോയിൽഡ് റൈസിന് എത്ര കലോറി ഉണ്ട് എന്ന് നിങ്ങൾക്ക് നെറ്റിൽ കൂടെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത് ഇൻറ്റു 100 ഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കലോറി നിങ്ങളുടെ ശരീരത്തിന് പോകുന്നു എന്നുള്ളത് വളരെ ആക്യുറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഒരിക്കൽ കൂടി ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്, ടൈം കൺസ്യൂമിങ് പരിപാടിയാണ്. പക്ഷേ ഇത് ചെയ്യുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. നിങ്ങൾക്ക് വളരെ സ്ട്രിക്റ്റ് ആയി അല്ലെങ്കിൽ വളരെ ആക്യുറേറ്റ് ആയി എത്രയാണ് നിങ്ങളുടെ ശരീരത്തിന് കിട്ടുന്ന കലോറീസ് എന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇനി നിങ്ങൾക്ക് ഇതിനിടയ്ക്ക് ജങ്ക് ഫുഡ് കഴിക്കണം, ഒരു ദിവസം ജങ്ക് ഫുഡ് കഴിക്കണം എന്ന് വിചാരിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2127 കലോറീസ് ആണ് നിങ്ങൾക്ക് കൊണ്ടെത്തിക്കേണ്ടത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ലെറ്റ്സ് സേ ഞാൻ ഇടയ്ക്ക് ഒരു ലേസിന്റെ പാക്കറ്റ് കഴിക്കാൻ പോകണം, അല്ലെങ്കിൽ പൊട്ടാറ്റോ ചിപ്സ് കഴിക്കാൻ പോകണം. ലേസിന്റെ പാക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഏത് ആഹാരം നമ്മൾ കഴിക്കും, ജങ്ക് ഫുഡോ അല്ലെങ്കിൽ എന്ത് പുറത്തുനിന്ന് ആഹാരം കഴിക്കുകയാണെന്നുണ്ടെങ്കിലും അതിനെ തിരിച്ചു നോക്കിക്കഴിഞ്ഞാൽ ബാക്കിൽ ന്യൂട്രീഷൻ ഇൻഫർമേഷൻ എന്ന് അതിന്റെ പാക്കറ്റ് തന്നെ എഴുതി കാണും. ഈ ന്യൂട്രീഷൻ ഇൻഫർമേഷന് അതിന് എത്ര കാലറി ഉണ്ട്, അതിന്റെ സെർവിങ് സൈസ് എത്രയാണ്, ഈ രണ്ട് കാര്യവും വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ഫോർമുല വെച്ച് നിങ്ങൾക്ക് എത്ര കലോറിയാണ് നിങ്ങൾ അത് കഴിക്കുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന ശരീരത്തിന് എന്ന് മനസ്സിലാവും. എന്താണ് ഈ കാൽക്കുലേഷൻ എന്ന് ഞാൻ ഓടിച്ചൊന്ന് പറഞ്ഞുതരാം. ആദ്യം സെർവിങ് കാലോറീസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എന്താണോ കഴിക്കാൻ പോകുന്നത്, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലേസിന്റെ ചിപ്സ് ആണെന്ന് വിചാരിക്കും, അങ്ങനെയാണെങ്കിൽ തിരിച്ചിട്ട് നോക്കുക. അപ്പോൾ അവിടെ എത്ര കാലോറി എന്ന് എഴുതി കാണും, അതാണ് സെർവിങ് കാലോറീസ്. ഇപ്പോൾ ലേസിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് 28 ഗ്രാമിന്റെ ഇതുണ്ട്, 20 ഗ്രാം പ്ലസ് 40% എന്നൊക്കെയാണ് അവർ എഴുതി തരുന്നത്. അപ്പൊ 28 ഗ്രാം ആണ്. 28 ഗ്രാമിന് 160 കാലോറീസ് ആണ് അതിൽ കിട്ടുന്ന ന്യൂട്രീഷൻ ഇൻഫർമേഷൻ കൊടുത്തിരിക്കുന്ന കാലോറി വാല്യൂ. ഓക്കെ, ഡിവൈഡ് ബൈ സെർവിംഗ് സൈസ്, അതിന്റെ സൈസ് എത്രയാണ്, സെർവിംഗ് സൈസ് എത്രയാണെന്ന് അവിടെ തന്നെ എഴുതി കാണും. പെർ സെർവിംഗിനാണ് ഇത്ര കാലോറീസ് എന്നുള്ളത്. അപ്പൊ അത് 28 ആണ് ഈ കേസിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പൊ 28 ഇൻറ്റു നിങ്ങൾ എത്ര കഴിക്കുന്നു, വെച്ചാൽ നിങ്ങൾ 100 ഗ്രാം ആണ് അങ്ങനത്തെ ചിപ്സ് കഴിക്കുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, ഇത് ഏകദേശം 570 സംതിങ് വരും. അപ്പൊ ഇത്രയും കാലോറി ആയിരിക്കും നിങ്ങൾ 100 ഗ്രാം ചിപ്സ് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ, അപ്പോ എനിക്ക് എത്തിക്കേണ്ടത് 2127 ആണ്. അതിൽ 570 ഗ്രാം ചിപ്സ് ആയി കിട്ടി. അപ്പൊ -570 ചെയ്യുക. നിങ്ങളുടെ ബാക്കിയുള്ള ദിവസത്തിൽ നിന്നും ഇത്രയും കാലോറി നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, 570 ഗ്രാം ചിപ്സിൽ കൂടെ കിട്ടി, ബാക്കി 2127 -570 ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടുമോ അത്രയും ബാക്കിയുള്ള ദിവസത്തിലുള്ള മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് ലഞ്ച്, രാത്രി ഡിന്നർ, ഇത് മൂന്നിനും കൂടെ ഈ 570 പോയിട്ട് ബാക്കി എത്ര വരുന്നു അത്രയും കാലോറി നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ചിപ്സ് കഴിച്ചാൽ പോലും ഏകദേശം ഒരാഴ്ച 0.25 അല്ലെങ്കിൽ 1/4 കിലോഗ്രാം വെച്ച് നിങ്ങൾക്ക് വെയിറ്റ് കുറയുന്നതായിരിക്കും. പക്ഷേ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇത് അത്ര ഹെൽത്തി പരിപാടിയല്ല. എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കുക. ഈ ജങ്ക് ഫുഡ് പോലുള്ള കാര്യങ്ങൾ, ഇപ്പൊ ഞാൻ പറഞ്ഞു പൊട്ടാറ്റോ ചിപ്സ്, അതെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് എംറ്റി ആയിട്ടായിരിക്കും കലോറി തരുന്നത്. എന്താണ് ഈ എംറ്റി കലോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ചിപ്സ് കഴിക്കുന്നതിലൂടെ നമുക്ക് പ്രോട്ടീനോ വൈറ്റമിനോ മിനറൽസോ യാതൊരു പോഷകമായിട്ടുള്ള ആഹാരവും നമുക്ക് കിട്ടത്തില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ ബോഡിയുടെ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ചെയ്യാനും മസിൽ റീറ്റെയിൻ ചെയ്യാനും ഒന്നും ഇത് ഒരു ഗുണവും ചെയ്യത്തില്ല. ഓക്കെ, വെറുതെ നമ്മുടെ ശരീരത്തിന് കാലോറി ഈ 570 കാലോറി കിട്ടും എന്നല്ലാതെ പോഷകമായിട്ട് ഇതിൽ നിന്ന് ഒന്നും കിട്ടത്തില്ല. ഇതേപോലെ തന്നെയാണ് ലെറ്റ്സ് സേ നിങ്ങൾ ഐസ്ക്രീം കഴിക്കുന്നു, അല്ലെങ്കിൽ കൊക്കക്കോള കഴിക്കുന്നു, അല്ലെങ്കിൽ കൂൾ ഡ്രിങ്ക്സ് കഴിക്കുന്നു. ഈ കോക്കിന്റെ ഒക്കെ എനിക്ക് തോന്നുന്നു ഒരു ക്യാനിൽ 140 കാലോറി എങ്ങാണ്ടാണ് ഉള്ളത്. ആ 140 കാലോറി എന്ന് പറയുന്നത് വെറുതെ എംറ്റി ആണ്. നിങ്ങൾക്ക് വെറുതെ 140 കാലോറി കിട്ടുന്നു എന്ന് അല്ലാതെ അതിൽ നിന്ന് വൈറ്റമിൻസോ മിനറൽസോ പ്രോട്ടീൻസോ ഒന്നും നിങ്ങൾക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്ന അത്ര ഹെൽത്തി അല്ല. ഈ 2127 കാലോറിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, മൈൽഡ് വെയിറ്റ് ലോസ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത്രയും കാലോറി മാക്സിമം പോഷകമായിട്ടുള്ള ആഹാരം നമ്മൾ കഴിക്കാൻ നോക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് മസിൽസ് ഒക്കെ റീറ്റൈൻ ചെയ്ത് വളരെ ഹെൽത്തി ആയിട്ട് ഒരു വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നാലും നിങ്ങൾക്ക് താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ജങ്ക് ഫുഡ് കഴിക്കുന്നതിന് തെറ്റൊന്നുമില്ല ഇടയ്ക്കൊക്കെ. പക്ഷേ അത് കാലോറി കൗണ്ട് ചെയ്ത് നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് ലോസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ജങ്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്നതായിരിക്കും. ഇനി ഒരു കൺസെപ്റ്റോട് ഞാൻ പറഞ്ഞുതരാം. കാലോറി സൈക്ലിംഗ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ആണ്. എങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്ത്, നേരത്തെ ഞാൻ വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്തത്, അതിന്റെ ഒരു എഫക്റ്റീവ് മെത്തേഡാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് കാലോറി സൈക്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബേസിക്കലി നമ്മൾ പ്ലാൻ ചെയ്യുവാണ്. ലെറ്റ്സ് സേ സൺഡേ, ഈ വരുന്ന സൺഡേ ഞാൻ ലുലു മോളിൽ പോയിട്ട് ജങ്ക് ഫുഡ് കഴിക്കാൻ പോവാണെന്ന് തീരുമാനിക്കാമെന്ന് വിചാരിക്കാം. ലെറ്റ്സ് സേ ഞാൻ മെക്ഡോണൽഡ്സിൽ പോയിട്ട് ഒരു മീൽ അടിക്കാൻ പോകുന്നു. ഒരു മെക്ഡോണൽഡ് മീലിന് എനിക്ക് തോന്നുന്നു ഏകദേശം 1000 കലോറി ആയിരിക്കും വരുന്നത്. 1000 കലോറി എന്ന് പറയുന്നത് ഞാൻ പറയുന്ന ഒരു ബർഗർ, പിന്നെ ഫ്രഞ്ച് ഫ്രൈസ്, പിന്നെ നമ്മൾ കുടിക്കുന്ന കോക്ക്, ഇതെല്ലാം ചേർന്ന് 1000 കലോറി ആയിരിക്കും വരുന്നത്. അപ്പോൾ 1000 കലോറി ഞാൻ സൺഡേ കഴിക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഞാൻ അതിന് മുന്നേ ഉള്ള ആഴ്ചയിൽ തന്നെ തുടങ്ങും. ട്യൂസ്ഡേ മുതൽ തുടങ്ങും. ട്യൂസ്ഡേ മുതൽ ഞാൻ എങ്ങനെ തുടങ്ങുന്നത്, ലെറ്റ്സ് സേ ഞാൻ മൈൽഡ് വെയിറ്റ് ലോസ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 2127 കലോറിയാണ് എനിക്ക് എടുക്കേണ്ടത്. ഞാൻ 2127 എടുക്കത്തില്ല, അതിൽ നിന്ന് കുറച്ചെടുക്കും. എത്ര എടുക്കും, ഏകദേശം ലെറ്റ്സ് സേ 2007 ഞാൻ എടുത്തു എന്ന് വിചാരിക്കാം. അപ്പോൾ ട്യൂസ്ഡേ ഞാൻ ഒരു 120 കലോറി എക്സ്ട്രാ ഡെഫിസിറ്റ് ഉണ്ടായി കഴിഞ്ഞു. 120 കലോറി കൂടെ ഞാൻ കുറച്ച് കഴിച്ചു.
ഇതേപോലെ ഞാൻ വെനസ്ഡേ ചെയ്യുവാണ് 2007, തേഴ്സ്ഡേ 2007 എടുക്കുവാണ്, ഫ്രൈഡേയും 2007 എടുക്കുവാണ്, സാറ്റർഡേയും 2007 എടുക്കുവാണ്. ഓക്കെ, അപ്പോൾ ഞാൻ 120 കാലോറി വെച്ച് ട്യൂസ്ഡേ 1, 2, 3, 4, 5 ദിവസം ഞാൻ കാലോറി ഡെഫിസിറ്റ് ഉണ്ടാക്കി. അപ്പൊ ഏകദേശം എനിക്കൊരു 600 കാലോറിയുടെ ഡെഫിസിറ്റ് ഉണ്ടായി കഴിഞ്ഞു ഓൾറെഡി. ഇനി സൺഡേ ഞാൻ ഏതെങ്കിലും ഒരു മീൽ സ്കിപ്പ് ചെയ്തിട്ടായിരിക്കും ഈ 1000 കലോറി കഴിക്കുന്നത്. മെക്ഡോണൽഡ്സിൽ പോയി വെച്ചാൽ ഞാൻ ഡിന്നർ സ്കിപ്പ് ചെയ്യുന്നു വിചാരിക്കുക. അപ്പൊ ആ ഡിന്നറിന്റെ ഒരു 400 കലോറി കൂടെ എനിക്ക് കൂടുതൽ ഡെഫിസിറ്റ് വരും. അങ്ങനെ ടോട്ടലായി ഞാൻ ഈ ആഴ്ച ചൊവ്വാഴ്ച തുടങ്ങി ഞായറാഴ്ച വരെ ഞാൻ 1000 കലോറിയുടെ ഡെഫിസിറ്റ് ഉണ്ടാക്കിയിട്ട് അവിടെ പോയി മെക്ഡോണൽഡ്സിൽ പോയി 1000 കലോറിയുടെ ഒരു മീൽ കഴിക്കുന്നു. ഇതിനെയാണ് നമ്മൾ കലോറി സൈക്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക്കലി ബാക്കിയുള്ള ദിവസങ്ങളെല്ലാം ഇത്തിരി കൂടെ കുറവായിട്ട് കഴിച്ചിട്ട് ആ ഒരു പർട്ടിക്കുലർ ദിവസം ഞാൻ കൂടുതൽ കലോറീസ് കഴിക്കുന്നു. ഇത് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടതാണ്. ഇങ്ങനെ കലോറി സൈക്ലിംഗ് എന്ന പരിപാടി ചെയ്യുമ്പോൾ ആ ഒരു ദിവസം നമ്മൾ കൂടുതൽ കഴിക്കുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും, നമ്മുടെ ശരീരം കൂടുതൽ സേഷ്യേറ്റഡ് ആയിട്ട് തോന്നും, കൂടുതൽ ഫുൾഫില്ലിംഗ് ആയിരിക്കും നമ്മൾ ജങ്ക് ഫുഡ് കഴിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കാരണം വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ ഈ കാലോറി സൈക്ലിംഗ് ചെയ്യുന്നത് ഭയങ്കര എഫക്റ്റീവ് ആണ് എന്ന് പല ശാസ്ത്രീയ പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ഓർക്കുക, ജങ്ക് ഫുഡ് കഴിക്കാൻ പാടില്ല എന്നല്ല, കഴിക്കുന്നത് നല്ലതാണ് എന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷെ അങ്ങനെ കഴിക്കാണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ലൈഫിൽ പലപ്പോഴും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇതുപോലെ ചെറിയ ചെറിയ ഇപ്പോൾ പാർട്ടീസ് വരും, അല്ലെങ്കിൽ എന്തെങ്കിലും ആഘോഷം വരും, ഓണം വരും, അതല്ലാന്നുണ്ടെങ്കിൽ കല്യാണങ്ങൾ നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പോകും. ഇങ്ങനെയൊക്കെ പോകുമ്പോൾ നമ്മൾ ഇടയ്ക്ക് ജങ്ക് ഫുഡൊക്കെ കഴിക്കണം. അങ്ങനെ കഴിക്കുമ്പോഴായിരിക്കും നമുക്ക് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ ഉള്ളതാണ്. ഞാനും ഇപ്പോഴും ചീറ്റ് മീൽ എടുക്കാറുണ്ട്. ഇടയ്ക്ക് ചീറ്റ് മീൽ ഇതുപോലെ ഞാൻ പ്ലാൻ ചെയ്തെടുക്കാറുണ്ട്. എന്നാൽ അത് നന്നായിട്ട് പ്ലാൻ ചെയ്ത് നിങ്ങൾ എടുക്കുവാണെന്നുണ്ടെങ്കിൽ ഹെൽത്തി ആയിട്ട് വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ പോലും നിങ്ങൾക്ക് ഇടയ്ക്കൊക്കെ കുറച്ച് ജങ്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്നതായിരിക്കും. ബൈ ദ വേ, നിങ്ങൾക്ക് ഈ കലോറി കൗണ്ടിങ്, അതായത് ഓരോ പ്രാവശ്യവും നിങ്ങൾ കഴിക്കുന്ന ഓരോ മീലും അളന്നു നോക്കി എത്ര കലോറി വരുന്നു എന്ന് നെറ്റിൽ കണ്ടുപിടിച്ച് അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് ആ മീലിന്റെ കലോറി എത്രയാണ് എന്ന് മനസ്സിലാക്കി ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അപ്രോക്സിമേറ്റ് ആയിട്ടെങ്കിലും ഒരു മീൽ കാണുമ്പോൾ ആ മീൽ എത്ര കലോറി വരും എന്ന് മനസ്സിലാക്കി അതിനുശേഷം ഈ കാൽക്കുലേഷൻസ് ഒന്ന് ചെയ്ത് നോക്കുന്നത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇപ്പം എൻ്റെ എക്സ്പീരിയൻസ് പറയുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യത്തെ ഒരു 1-1.5 മാസത്തോളം വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഈ കലോറി കൗണ്ടിങ് ചെയ്തു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യം ഞാൻ കഴിക്കുന്ന ഏത് സാധനമാണെന്നുണ്ടെങ്കിലും അതിനെ എടുത്ത് സ്കെയിലിൽ വെച്ച് അളന്ന് അതിനുശേഷം ആ ഫുഡിന് എത്ര കലോറി ഉണ്ടെന്നുള്ളത് നെറ്റിൽ ടൈപ്പ് ചെയ്ത് നോക്കി. അതിനുശേഷം ആ ടൈപ്പ് ചെയ്ത കലോറിഫിക് വാല്യൂ ഇൻറ്റു എത്ര വെയിറ്റ് ആണ് ഞാൻ കഴിക്കുന്നത് അത് ചെയ്ത് ആ മീലിന് എക്സാക്ട്ലി എൻ്റെ ശരീരത്തിന് എത്ര കലോറി തരും എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഈ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്ത് നോക്കിയായിരുന്നു ഞാൻ ആദ്യത്തെ ഒരു 1.5 മാസം ചെയ്തത്. അത് ഭയങ്കര ടൈം കൺസ്യൂമിങ് ആയിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ സ്പെസിഫിക് ആയി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓരോ പ്രാവശ്യം അളന്നൊന്നും നോക്കാറില്ല. പക്ഷെ ഒരു ഫുഡ് കാണുമ്പോൾ തന്നെ ആ ആദ്യത്തെ 1.5 മാസം വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇപ്പോൾ എനിക്കൊരു മീൽ കാണുമ്പോൾ തന്നെ എനിക്ക് പറയാൻ പറ്റും, അപ്രോക്സിമേറ്റ് ആയിട്ടെങ്കിലും ഒരുവിധം ശരിയായിട്ട് എനിക്ക് പറയാൻ പറ്റും, ഓക്കെ ഈ മീൽ കഴിക്കുമ്പോൾ ഇത്ര കലോറി ആയിരിക്കും എൻ്റെ ശരീരത്തിന് കിട്ടുന്നത് എന്നുള്ളത് എനിക്ക് അപ്രോക്സിമേറ്റ് ആയിട്ടെങ്കിലും പറയാൻ പറ്റും. അപ്പോൾ എപ്പോഴും ആദ്യത്തെ ഒരു 1-1.5 മാസം ഇത് ബുദ്ധിമുട്ടാണെങ്കിലും കുറച്ചൊന്ന് ഫോളോ ചെയ്ത് നോക്കുന്നത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഒരുവിധം ആക്യുറസിയോടെ അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓൾറൈറ്റ്, ഈ വീഡിയോ ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ ഡു ഗിവ് ഇറ്റ് എ തംസ് അപ്പ്, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ പരം, നിങ്ങളുടെ ആവറേജ് മല്ലു ഫിറ്റ് ഗായ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.